ആയിരങ്ങൾക്ക് അറിവിൻ്റെയും സ്നേഹത്തിൻ്റെയും നന്മയുടെയും പാഠങ്ങൾ പകർന്നു നൽകിയ മാതൃകാ അധ്യാപകൻ. മികച്ച ഹയർ സെക്കൻഡറി അധ്യാപകനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡും ഇടുക്കി രൂപതയുടെ ബെസ്റ്റ് ഹയർ സെക്കൻഡറി അധ്യാപകനുള്ള അവാർഡും കരസ്ഥമാക്കിയ ജോസഫ് മാത്യു സാർ. 4 നൂറ്റാണ്ടുകാലത്തെ ഔദ്യോഗിക ജീവിതത്തിൽ ഓരോ ചുവടുകളും അടയാളപ്പെടുത്തി മുന്നേറിയ ഈ ഗുരുനാഥൻ പടിയിറങ്ങുകയാണ്. മൂല്യമുള്ള വിദ്യാഭ്യാസം പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്നതിലും അവരെ സമൂഹത്തോട് പ്രതിബദ്ധതയുള്ളവരാക്കി വളർത്തുന്നതിലും ഏറെ ശ്രദ്ധിക്കുന്ന വ്യക്തിത്വമാണ് നമുക്കേവർക്കും പ്രിയങ്കരനായ ജോസഫ് മാത്യു സാർ. ഏതാനും വർഷങ്ങളായി അദ്ദേഹം മുരിക്കാശ്ശേരി സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രിൻസിപ്പാളായി സ്തുത്യർഹമായ സേവനം നിർവഹിച്ചു വരികയാണ്. ഈ അധ്യയന വർഷത്തിൻ്റെ അവസാനം സർവീസിൽ നിന്ന് വിരമിക്കുമ്പോൾ വലിയ നേട്ടങ്ങളുടെ പട്ടിക അദ്ദേഹത്തോടൊപ്പമുണ്ട്. രൂപതാ വിദ്യാഭ്യാസ ഏജൻസിയുടെ മികച്ച അധ്യാപകനുള്ള അവാർഡ് അദ്ദേഹം നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാന അവാർഡ് നേടിയിട്ടുണ്ട്. ഇരട്ടയാർ ഇടവകയുടെ വിവിധ പ്രവർത്തനങ്ങളിൽ വളരെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ അദ്ദേഹം നിർവഹിക്കുന്നുണ്ട്. സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഏവർക്കും പ്രിയങ്കരനായ ജിമ്മിച്ചൻ സാറിന് എല്ലാവിധ നന്മകളും ദൈവാനുഗ്രഹങ്ങളും നേരുന്നു. കഴിഞ്ഞ 4 നൂറ്റാണ്ട് കാലമായി വിദ്യാഭ്യാസ രംഗത്ത് ഏറെ ശ്രദ്ധേയമായ മാറ്റങ്ങൾക്ക് ഇടം കൊടുക്കാൻ കഴിഞ്ഞ ഒരു അധ്യാപകനായിരുന്നു സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട ശ്രീ ജോസഫ് മാത്യു സാർ. എനിക്ക് വളരെയേറെ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പങ്കുവെക്കാനായിട്ടുണ്ട്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ അക്ഷര വെളിച്ചം പകർന്നൊരു അധ്യാപകൻ എന്നതിനേക്കാൾ ഉപരി സാമൂഹിക സേവന രംഗത്തും ആദർശ ശുശ്രൂഷ രംഗത്തുമൊക്കെ അദ്ദേഹം നൽകിയിട്ടുള്ള മഹത്തായ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും വിലമതിക്കപ്പെടുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ഒരു മാതൃകാ അധ്യാപകൻ, സമൂഹത്തിന് ഒരു മനുഷ്യസ്നേഹി, ജീവിതം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ എല്ലാവരും സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പോൾ വിദ്യാർത്ഥി അധ്യാപക ബന്ധം എത്ര കണ്ട സുദൃഢമാണെന്ന് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി കണ്ടു മനസ്സിലാക്കിയാൽ മാത്രം മതി. ഒരുപക്ഷെ ജില്ലയിലെ ഹയർ സെക്കൻഡറി സ്കൂളുകളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ തക്കവിധം ആ നിലയിലുള്ള പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നൽകിയ നേതൃത്വപരമായ പങ്കാളിത്തം ഞാൻ ഓർക്കുന്നു. സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂള് തീർച്ചയായിട്ടും ഒരു മാതൃകാ വിദ്യാലയമാക്കി മാറ്റുവാൻ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെ സാധിച്ചു എന്നുള്ളതും മുൻകാലങ്ങളിലുണ്ടായിരുന്ന പ്രവർത്തനത്തോട് ചേർത്ത് നിർത്തി ചിന്തിക്കുമ്പോൾ ഏറെ സന്തോഷകരമായ കാര്യമാണ്. തീർച്ചയായിട്ടും സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവായും രൂപതയിലെ മികച്ച അധ്യാപകനുള്ള അവാർഡ് മേടിക്കാനൊക്കെ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥി അല്ലെങ്കിൽ സംഘടനാ പ്രവർത്തന രംഗത്തെ അതിനേക്കാൾ ഉപരി അദ്ദേഹത്തിന്റെ അധ്യാപക ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. എല്ലാവിധ ആശംസകളും നേരുകയാണ്. അദ്ദേഹം സർവീസിൽ നിന്ന് വിരമിക്കുന്നു എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ കാര്യമായി ഞാൻ ഒരിക്കലും ശ്രദ്ധിച്ചിട്ടില്ല. അതിന്റെ കാരണം തുടർന്നും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഈ കാലയളവിലും വരും കാലങ്ങളിലും സമൂഹത്തിന് കുറെ കൂടി ലഭിക്കും എന്നുള്ള സന്തോഷമാണ് എനിക്കുള്ളത്. അത് ആവോളം അദ്ദേഹത്തിന് നൽകുവാൻ കഴിയട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാവിധമായ ജീവിത വിജയവും ആശംസിക്കുന്നു. നന്ദി. 2000 ആണ്ടിൽ ജന്മസ്ഥലമായ ഉദയഗിരിയിൽ സെന്റ് മേരീസ് UP സ്കൂളിൽ അധ്യാപകനായാണ് ജോസഫ് മാത്യു സാർ ഔദ്യോഗിക സേവനം ആരംഭിച്ചത്. അവിടെ സ്റ്റാഫ് സെക്രട്ടറിയായും PTA സെക്രട്ടറിയായും 5 വർഷക്കാലം പ്രവർത്തിച്ചു. സ്കൂളിൻ്റെ വളർച്ചയ്ക്കായി മാനേജ്മെൻറ്റുമായി സഹകരിച്ച് നടപ്പിലാക്കിയ പ്രവർത്തനങ്ങൾ സ്കൂളിൻ്റെ ചരിത്ര വിജയമായി മാറി. പാറത്തോട് സെൻറ് ജോർജ് സ്കൂളിലേക്ക് 2005 ഹൈസ്കൂൾ അധ്യാപകനായി നിയമിതനായ ജോസഫ് മാത്യു സാർ അവിടെ സ്റ്റാഫ് സെക്രട്ടറിയായി പ്രവർത്തിക്കുകയും പുതിയ സ്കൂൾ ബ്ലോക്കിൻ്റെ നിർമ്മാണത്തിന് മാനേജ്മെൻറ്റിനോടൊപ്പം ചുക്കാൻ പിടിക്കുകയും ചെയ്തു. സാറിൻ്റെ ഔദ്യോഗിക ജീവിതത്തിന് സുവർണ ശോഭ നൽകിയ വിദ്യാലയമാണ് ഇരട്ടയാർ സെൻറ് തോമസ് സ്കൂൾ. 2008 മുതലാണ് സാർ ഇവിടെ സേവനം ചെയ്യുന്നത്. ഇരട്ടയാർ സ്കൂളിൽ പുതുതായി സ്കൂൾ ബസ് ആരംഭിച്ച് 5 വർഷക്കാലം സ്കൂൾ ബസിൻ്റെ ചാർജ് വഹിച്ച ജോസഫ് മാത്യു സാർ സ്റ്റാഫ് സെക്രട്ടറിയായും PTA സെക്രട്ടറിയായും നിരവധി വർഷങ്ങൾ പ്രവർത്തിച്ചു. സോഷ്യൽ സയൻസ് ഫെയറിൽ ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും സ്കൂൾ തുടർച്ചയായി
ഓവറോളുകൾ കരസ്ഥമാക്കി. 2017 ജോസഫ് മാത്യു സാർ വെള്ളയാങ്കുടി സെൻറ് ജെറോംസ് സ്കൂളിൻ്റെ പ്രഥമാധ്യാപകനായി ചുമതലയേറ്റു. മാനേജ്മെൻറ്റിനോട് ചേർന്ന് സാർ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി വെള്ളയാങ്കുടി സ്കൂൾ ഹൈടെക് ആക്കി മാറ്റുകയും സ്കൂളിൽ ഫാത്തിമ മാതാവിൻ്റെ ഗ്രോട്ടോ നിർമ്മിക്കുകയും ചെയ്തു. വെള്ളയാങ്കുടി സ്കൂൾ രൂപതയിലെ മികച്ച ഹൈസ്കൂളുകളിലൊന്നായി തിരഞ്ഞെടുക്കപ്പെട്ടു. യൂത്ത് പാർലമെൻറ്റ് സ്റ്റേറ്റ് റണ്ണേഴ്സ് അപ്പ് നേടുകയും SPC യൂണിറ്റ് സ്റ്റേറ്റിലെ സെക്കൻഡ് ബെസ്റ്റ് യൂണിറ്റായി തിരഞ്ഞെടുക്കപ്പെടുകയും ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റ് ജില്ലയിലെ ഫസ്റ്റ് റണ്ണറപ്പ് അവാർഡ് നേടുകയും ചെയ്തു. കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെ ബെസ്റ്റ് സ്കൂൾ അവാർഡ് വെള്ളയാങ്കുടി സെൻറ് ജെറോംസ് സ്കൂളിന് ലഭിച്ചു. SSLC പരീക്ഷയ്ക്ക് 100% വിജയത്തോടൊപ്പം A+കളുടെ എണ്ണം ഇരട്ടിയായി വർദ്ധിപ്പിക്കുവാനും സാറിൻ്റെ നേതൃത്വത്തിൽ സാധ്യമായി. 2021 ജോസഫ് മാത്യു സാർ മുരിക്കാശ്ശേരി സെൻറ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെത്തിയത്. സാറിൻ്റെ ജീവിതത്തിലെ സുവർണ നേട്ടങ്ങൾക്ക് സാക്ഷിയായ വിദ്യാലയമെന്ന് മുരിക്കാശ്ശേരി സെൻറ് മേരീസ് സ്കൂളിനെ വിശേഷിപ്പിക്കാൻ കഴിയും. 2022 സാറിന് സംസ്ഥാന അധ്യാപക അവാർഡ് ലഭിച്ചതും 2023 ഇടുക്കി രൂപതയിലെ മികച്ച അധ്യാപകനുള്ള അവാർഡ് ലഭിച്ചതും സ്കൂളിൻ്റെയും നേട്ടങ്ങളായി മാറി. പ്രിൻസിപ്പാൾ എന്ന നിലയിൽ സാറിൻ്റെ കർമ്മമണ്ഡലം തിളങ്ങിയ കാലയളവാണിത്. ഇന്ന് ഹൈറേഞ്ചിലെ മാതൃകാ വിദ്യാലയമായി പ്രൗഢിയോടെ തലയുയർത്തി നിൽക്കുന്ന സ്കൂളിൻ്റെ പുതിയ ബ്ലോക്ക് നിർമ്മാണം പൂർത്തീകരിച്ചതും സാറിൻ്റെ കാലത്താണെന്നതും അഭിമാനകരം. ലാബുകൾ നവീകരിക്കുന്നതിനും പുതിയ മാത്സ് ലാബും സുവോളജി ലാബും നിർമ്മിക്കുന്നതിനും സാർ മുൻകൈയെടുത്തു. രൂപതയിലെ മികച്ച ഹയർ സെക്കൻഡറി സ്കൂളിനുള്ള അവാർഡുകൾ കരസ്ഥമാക്കാൻ ഈ കാലയളവിൽ മുരിക്കാശ്ശേരി സെൻറ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിന് സാധ്യമായി. കലാകായിക രംഗങ്ങളിലും ഫെയറുകളിലും ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും മികച്ച നേട്ടങ്ങളുണ്ടാക്കാൻ സ്കൂളിന് കഴിഞ്ഞു. സാറിൻ്റെ നേതൃത്വ പാഠവം ഏറെ അഭിമാനകരമാണ്. കഴിഞ്ഞ വർഷത്തെ +1 റിസൾട്ടിൽ നമ്മുടെ സ്കൂൾ ഇടുക്കി ജില്ലയിലെ 82 സ്കൂളുകളിൽ 4ാം സ്ഥാനത്തെത്തിയെന്നത് അക്കാദമിക മികവിന് സാർ നൽകുന്ന പ്രഥമ പരിഗണനയുടെ ഫലമാണ്. 10 ലക്ഷം രൂപ മുടക്കി NSS യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ സഹപാഠിക്കൊരു സ്നേഹവീട് നിർമ്മിക്കുവാൻ സാധിച്ചത് സാറിൻ്റെ പരിശ്രമ ഫലമാണ്. എന്നും പൊതുവിദ്യാഭ്യാസ വകുപ്പിനോട് ചേർന്ന് പ്രവർത്തിച്ച ജോസഫ് മാത്യു സാർ ഇടുക്കി റവന്യൂ ജില്ലാ സാമൂഹ്യശാസ്ത്ര ക്ലബ്ബ് സെക്രട്ടറി, സോഷ്യൽ സയൻസ് ക്ലബ്ബ് സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ, ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാമിൻ്റെ ജില്ലാ കോർഡിനേറ്റർ, യൂത്ത് പാർലമെൻറ്റിൻ്റെ ജില്ലാ കോർഡിനേറ്റർ, ജില്ലാ പഞ്ചായത്തിൻ്റെ അക്കാദമിക് എക്സലൻസ് പ്രോഗ്രാം കോർഡിനേറ്റർ, ഇടുക്കി രൂപത സക്സസ് മൈൻഡ് പ്രോഗ്രാമിൻ്റെ കോർഡിനേറ്റർ എന്നീ നിലകളിലും പ്രവർത്തിച്ചു. സാർ ഇപ്പോൾ ഹയർ സെക്കൻഡറി വിഭാഗം ഇടുക്കി ജില്ലാ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്നു. എന്നും സഭയോടും മാനേജ്മെൻറ്റിനോടും ചേർന്ന് നിൽക്കുന്ന ജോസഫ് മാത്യു സാർ ഉദയഗിരി, ഇരട്ടയാർ സൺഡേ സ്കൂളുകളിലായി 22 വർഷമായി മതാധ്യാപകനാണ്. പാരീഷ് കൗൺസിൽ മെമ്പറായും ജോസഫ് മാത്യു സാർ ഈ ഇടവകളിൽ പ്രവർത്തിച്ചിരുന്നു. സൗമ്യമധുരമായ പുഞ്ചിരിയോടെ മാനേജ്മെൻറ്റിനോടൊപ്പവും സഹപ്രവർത്തകർക്കൊപ്പവും പ്രവർത്തന നിരതനാകുന്ന ജോസഫ് മാത്യു സാർ വിദ്യാർത്ഥികളുടെ ഗുരുനാഥൻ മാത്രമല്ല, സ്നേഹസമ്പന്നനായ സുഹൃത്തു കൂടിയാണ്. ഒറ്റപ്പെട്ടു നിൽക്കലല്ല, ചേർന്നു നിൽക്കലാണ് കരുത്തെന്ന് തെളിയിക്കുന്നയാളാണ്. സഹപ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളാണ്. എൻ്റെ കഴിവുകളല്ല, സർവേശ്വരൻ്റെ ഉപകരണമായി ഞാൻ പ്രവർത്തിക്കുകയാണെന്നാണ് സാറിൻ്റെ നിലപാട്. എന്നും സാറിന് കരുത്തും പ്രോത്സാഹനവും പകരുന്ന ഭാര്യ സൂസമ്മ ടീച്ചർ ഇരട്ടയാർ സെൻറ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയായിരുന്നു. ജർമ്മനിയിൽ ഗ്ലോബൽ സ്റ്റഡി വിദ്യാർത്ഥിയായ വർഷയും ബിടെക് വിദ്യാർത്ഥിയായ ഫെലിക്സുമാണ് സാറിൻ്റെ മക്കൾ. പഠനകാലത്ത് കോളേജ് ചെയർമാനായിരുന്ന സാർ ഉദയഗിരി സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡൻ്റായി സേവനമനുഷ്ഠിക്കുകയും ഇപ്പോൾ ഇരട്ടയാർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പറായി പൊതുപ്രവർത്തന രംഗത്ത് സാമൂഹിക പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുകയുമാണ്. സാർ ജോലി ചെയ്തിരുന്ന സ്കൂളുകളിലെല്ലാം MLA MP ഫണ്ടുകൾ ലഭ്യമാക്കി വികസന പ്രവർത്തനങ്ങൾ നടത്തുവാനും കഴിഞ്ഞു. ഔദ്യോഗിക ജീവിത രംഗത്ത് നിന്നും പടിയിറങ്ങുകയാണെങ്കിലും പൊതുപ്രവർത്തന രംഗത്ത് സാർ ഇനിയും കൂടുതൽ സജീവമാകുമെന്നത് നിസ്സംശയം. പുഞ്ചിരി ചെരാതെ തെളിച്ച് എല്ലാവരെയും സ്നേഹവാത്സല്യത്തോടെ കണ്ട മാതൃകാധ്യാപകൻ ജോസഫ് മാത്യു സാർ തികഞ്ഞ സംതൃപ്തിയോടെയും അഭിമാനത്തോടെയുമാണ് മുരിക്കാശ്ശേരി സെൻറ് മേരീസിൽ നിന്ന് പടിയിറങ്ങുന്നത്. സാർ പടിയിറങ്ങുമ്പോൾ മുരിക്കാശ്ശേരി സെൻറ് മേരീസിൻ്റെ ഹൃദയം വിങ്ങുകയാണ്. അനിവാര്യമായ ഒരു പടിയിറക്കം.
അങ്ങ് കെടാതെ സൂക്ഷിച്ച അക്ഷര വെളിച്ചം സഹപ്രവർത്തകരും വിദ്യാർത്ഥികളും ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് പറയും, അങ്ങ് ഞങ്ങൾക്ക് തന്നത് മറക്കാനാവാത്ത ഒരു അടയാളവാക്യം കൂടിയാണ്. അമൃതാക്ഷരങ്ങളുടെ കാവലാളുകൾ പിന്നാലെ വരുന്നവർക്ക് ഒരു പാഠപുസ്തകമായി മാറുമെന്ന തിരിച്ചറിവ്. ജോസഫ് മാത്യു സാറിന് മുരിക്കാശ്ശേരി സെൻറ് മേരീസ് കുടുംബത്തിൻ്റെ ആശംസകൾ, അനുമോദനങ്ങൾ, യാത്രാമംഗളങ്ങൾ.